ജി മോഹൻദാസിന്റെ കാര്യത്തിൽ വീണ്ടും ശ്രീ മുഹമ്മദ് ഷമ്മാസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനം പറയുന്നത്. കാരണം അദ്ദേഹം പോലീസ് കോടതി പറഞ്ഞ എന്താ, പ്രതി മുങ്ങിക്കളയും. എത്ര ബാലിശമാണ് സാർ. കാരണം ഒരു പ്രതിയെ ഐഡന്റിഫൈ ചെയ്തു, ആൾക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ മുങ്ങുമെങ്കിൽ ഇവിടുത്തെ ഇന്റലിജൻസ് എന്തിനാ, പോലീസ് ഒബ്സർവേഷൻ എന്തിനാ? അപ്പൊ സ്വാഭാവികമായിട്ടും നാട്ടിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളാ, അല്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് ഒളിവിൽ പോയ ആളല്ല. നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പോലെ കർണാടകവും തമിഴ്നാടും ഒക്കെ നിരങ്ങി നടന്നതല്ല. ആൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പോലീസ് കോടതി പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്ന് കോടതി ചോദിച്ചു. നേരത്തെ അങ്ങ് പറഞ്ഞു ആ പരാമർശമില്ലെന്ന് പറഞ്ഞു. പക്ഷെ കോടതി ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഈ സുപ്രീം കോടതിയുടെ രീതി അനുസരിച്ച് നോട്ടീസ് കൊടുത്തില്ല. അപ്പോഴാ പറഞ്ഞു ഇദ്ദേഹം മുങ്ങിക്കളയാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്ത് സമ്മർദ്ദത്തിൽ മാത്രമായി കേസെടുത്തു എന്ന് പറയുന്നത്? അതാണ് ജി മോഹൻദാസുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇനി വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ നിലപാടുണ്ട് പോലും. വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. അത് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ വന്ദേമാതരം ആലപിച്ചു, നിങ്ങൾ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് വന്ദേമാതരം ആലപിച്ചു. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു അഡ്വൈസറിയാണിത്. വന്ദേമാതരം ജനഗണമനയ്ക്ക് തുല്യമായിട്ട് എടുക്കണം. പക്ഷെ കോൺഗ്രസിന്റെ തീരുമാനം അതല്ല. എവിടെയാണ് ആലപിച്ചത്? ഒന്ന് പറഞ്ഞ് വെറുതെ അനാവശ്യമായി തെറ്റിദ്ധാരണ വരുന്ന രീതിയിലേക്കുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് എങ്ങനെ നടന്ന, ആരാ നടത്തിയെന്ന് അറിയാം. എവിടെയാണ് MLA-മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചത്? അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല. ക്യാബിനറ്റ് സത്യപ്രതിജ്ഞയിൽ ഗവർണർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഫുൾ പ്ലേ ചെയ്തു. നയപ്രഖ്യാപനത്തിനുണ്ടായില്ല. ഗവർണർ പ്രഖ്യാപിച്ച പരിപാടി പി കെ ഗോപൻ എന്ത് വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ പറ്റുമെന്നാണോ? വന്ദേമാതരത്തിലുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അതിന് താങ്കളുടെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും അതിന്റെ ആവശ്യമില്ല. പൂർത്തിയാക്കും. അതിനകത്തൊരു കാര്യമുള്ളത് അല്ലല്ല, നിങ്ങൾ ഈ പറഞ്ഞ തോന്നിവാസമൊക്കെ കേട്ടിട്ട് പോവാം. നിങ്ങളുടെ തോന്നിവാസം ഒന്നും കേട്ടിട്ട് പോകാൻ പറ്റില്ലെന്നേ. നിങ്ങൾ വായി തോന്നി വിളിച്ചിട്ട് പറയാം കേട്ടിട്ട് പോണോ? ഇല്ല അതില്ല. പി കെ ഗോപൻ ആരോട്ടും മോശക്കാരല്ല. പി കെ ഗോപൻ അതായത് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഇടപെട്ടിട്ടില്ലോ സുഹൃത്തെ. പി കെ ഗോപൻ താങ്കൾ പ്ലീസ് പൂർത്തിയാക്കൂ. അല്ല ശരിയായ പാടില്ല. പിന്നെ ശുദ്ധ തോന്നിവാസം വിളിച്ചു പറയുമ്പോൾ ഞാനത് കേട്ടോണ്ടിരിക്കണോ? അല്ല പി കെ ഗോപൻ ഞാൻ നിലപെട്ടെ. അല്ലല്ല ഷമാസ പ്ലീസ് ഞാൻ ഒന്ന് നിലപെട്ടെ. അതായത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഗവർണർ സംഘടിപ്പിച്ച പരിപാടിയാണെന്നും അവിടെ പൂർണ്ണമായിട്ട് പ്ലേ ചെയ്തു. പിന്നെയുള്ള പരിപാടികളിലെല്ലാം ഈ പൂർണ്ണമായി പ്ലേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഷമ്മാസിൻ്റെ പോയിന്റ്. MLA-മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പൂർണ്ണമായിട്ട് പ്ലേ ചെയ്തിട്ടില്ല, നയപ്രഖ്യാപനത്തിലും പൂർണ്ണമായി പ്ലേ ചെയ്തിട്ടില്ല. ഇനി വരുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിലും പൂർണ്ണമായും പ്ലേ ചെയ്യാൻ പാടില്ല എന്നാണ് സർക്കാർ നയവും നിലപാടും തീരുമാനവും. അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന പോയിന്റ്. പി കെ ഗോപൻ അത് വസ്തുതാപരം അല്ലെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. അല്ല അതിനാണോ നിഷാദ ഈ തോന്നിവാസം എന്നൊക്കെ വാക്കുപയോഗിക്കും? അത് മോശമാണ്, അങ്ങനൊന്നും പറയാൻ പാടില്ല. അത്തരം ഈ TV ചർച്ച വഴക്കുകളുടെ കാലമേ കഴിഞ്ഞതാണ്. നിങ്ങൾ വേഗം ഇത് പോയിന്റ് പൂർത്തിയാക്കും പ്ലീസ്. അത്തരം ചർച്ചയിൽ എനിക്ക് താല്പര്യമില്ല. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇരിക്കുന്ന ചർച്ച ഞങ്ങളെ വിളിക്കും. നമുക്ക് ആർക്കും താല്പര്യമില്ല. പി കെ ഗോപൻ താങ്കളുടെ പോയിന്റ് പൂർത്തിയാക്കും. അവരവരുടെ പാർട്ടി കമ്മിറ്റികളിൽ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് പത്രസമ്മേളനം വിളിക്കും. വലുതാക്കല്ലേ പ്ലീസ്. അല്ല KPCC പ്രസിഡന്റ് പത്രസമ്മേളനം വിളിക്കും. പ്രധാനപ്പെട്ട നേതാവ് വന്നില്ലെങ്കിൽ ഡാഷ് എന്ന് ഉപയോഗിച്ച് വർത്താനം പറയും. ഇതൊന്നും ഞങ്ങളുടെ ശൈലിയല്ല. ഞങ്ങൾ എടുക്കാൻ ഇറക്കരുത്. ഞങ്ങൾ അങ്ങോട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ തിട്ടൂരെന്നൊക്കെ എന്നെ ചർച്ചയുടെ മര്യാദ പി കെ ഗോപൻ പഠിപ്പിക്കണ്ട.